എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഓരോ സീൻസും വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻസാണ്. എല്ലാവരും കാണുക. ഇവൻ്റെ പാരൻസ് വന്നിട്ട് വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു പാരൻസാണ്. ഇവൻ്റെ അമ്മയല്ല, ഇവൻ്റെ അച്ഛനാണ് ഇവനെ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നത്. ഇവനെ മെൻ്റലി ഫിസിക്കലി വളരെയധികം ഇവൻ്റെ അച്ഛൻ ടോർച്ചർ ചെയ്യാറുണ്ട്. ടോർച്ചറിങ്ങും അബ്യൂസീവൊക്കെ കാരണം ഇവന് വളരെയധികം ആൻസൈറ്റി പാനിക് ഡിസോർഡർ വരുന്നുണ്ട്. ഇവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇവനുണ്ടാവാറില്ല. ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇവന് സ്റ്റാമർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പാനിക് അറ്റാക്കും വരാറുണ്ട്. അത് കാരണം ഇവൻ്റെ മൂവ്മെൻറ്റ്സ് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. ഇവൻ്റെ കഴുത്ത് തനിയെ അനങ്ങും. എൻ്റെ കഴുത്ത് ഇവൻ തനിയെ വെട്ടിക്കാറുണ്ട്. അവൻ എത്രത്തോളം അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് അവന് പറ്റാറില്ല. പാനിക് അറ്റാക്ക് വരുമ്പോൾ അവൻ്റെ കഴുത്തിലും തനിയെ ആ മൂവ്മെൻറ്റ്സ് വരാറുണ്ട്. അത് കാരണം ഇവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവനൊരു സ്പോർട്സ് പ്ലെയറാണ്. പക്ഷേ ഇവൻ്റെ അച്ഛന് അത് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇവൻ്റെ അച്ഛന് ഇവൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു താല്പര്യം. എന്നാൽ അവന് സ്പോർട്സിലാണ് ഇൻട്രസ്റ്റും. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ പറയാണ്, നീ സ്പോർട്സിൽ നിന്ന് റിട്ടയർ ആവണമെന്ന് പറയാണ്. എന്നിട്ട് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറയാണ്. പക്ഷേ അതിന് അവന് ഒട്ടും തന്നെ സമ്മതമല്ലായിരുന്നു. അവൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് കൊണ്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട്. അവന് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, അവന് സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ അച്ഛൻ വളരെയധികം വയലൻ്റ് ആവുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അവൻ്റെ പാനിക് അറ്റാക്ക് കൂടുകയും ചെയ്യാണ്. അത് കാണുമ്പോൾ അവൻ്റെ അച്ഛന് പെട്ടെന്ന് വീണ്ടും ദേഷ്യം വരെയും അവനെ ഉപദ്രവിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻ്റ് വന്ന് തടയുകയും ചെയ്യാണ്. അവൻ്റെ കയ്യിൽ മുറിവും പറ്റുന്നുണ്ട്. ശരിക്കും ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഇത് ആ പയ്യൻ കാണുമ്പോൾ അവൻ ഒരുപാട് പേടിയാവുകയും അവൻ്റെ പാനിക് അറ്റാക്ക് വളരെ കൂടുകയും ചെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി കതക് അടയ്ക്കുകയും അവൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയും അവൻ ഒരുപാട് പേടിച്ച് ഒരു സൈഡിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പയ്യനോട് വല്ലാത്തൊരു സിമ്പതിയും സങ്കടമൊക്കെ തോന്നും. ഇവൻ്റെ അച്ഛൻ്റെ ഒരു ഓഫീസിലെ മെയിനായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവന് പാനിക് അറ്റാക്ക് വരികയാണ്. ഒരുപാട് ആൾക്കാരെ കാണുകയും അവരെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവന് പെട്ടെന്ന് തന്നെ പാനിക് അറ്റാക്ക് വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അവനെ വെറുതെ വിടില്ല എന്ന് അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ഓടി ഒരു ബാത്റൂമിൽ പോയി ഒളിക്കുകയാണ്. സമയത്ത് അവന് പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാണ്. അവൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റും അവൻ്റെ അമ്മയും കൂടെ അവനെ ഹെൽപ്പ് ചെയ്യുകയാണ്. പക്ഷേ എന്നിട്ടും അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ്റെ പാനിക് അറ്റാക്ക് സിവിയർ ആവുകയും അവൻ്റെ ഹെഡിലെ മൂവ്മെൻറ്റ്സ് വളരെയധികം കൂടുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും അവനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ മൈൻഡ് റിലാക്സ് ആക്കുകയും കാമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പറയാണ് അവൻ്റെ കുട്ടിക്കാലത്തുള്ള നല്ല ഓർമ്മകളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ. ആ സമയത്ത് അവൻ്റെ കുട്ടിക്കാലത്തൊരു പെൺകുട്ടിയായിട്ടുള്ള അവൻ്റെ സൗഹൃദമൊക്കെ അവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൻ്റെ പാനിക് അറ്റാക്കൊക്കെ ഒരുവിധം അവൻ കൺട്രോളാക്കി എടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് ഈ സാഹചര്യത്തിൽ നിന്നും അവനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്നത്. ആ പെൺകുട്ടി അവൻ്റെ ഈ ഫിയറിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഓരോ എപ്പിസോഡ് വരുമ്പോൾ. ഇതൊരു പഴയ ഡ്രാമയാണ്. ഇതിൻ്റെ എല്ലാ എപ്പിസോഡും റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിലുള്ള എല്ലാ 6 സീൻസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റിയതൊക്കെ. ഇടയിൽ എങ്ങനെയാണ് ലവ് വർക്കൗട്ട് ആവുന്നതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്